أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് വരുത്തിയ വൈജ്ഞാനിക വിപ്ലവം, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയ ഗിഫ്റ്റ് അഥവാ ഒരു മതലോകത്ത് നൽകിയ സമ്മാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു വന്നത്. ഞാൻ ഇന്ന് മറ്റാമുഖങ്ങളൊന്നും കൂടാതെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കാര്യം ആവർത്തിക്കാതെ നേരിട്ട് തുടരുകയാണ്. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് കലാമെ ഇലാഹി അഥവാ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ഇൽഹാം, വഹി, ഇൽഖ, കശ്ഫ്, അതേപോലെ തന്നെ സ്വപ്നങ്ങൾ, ഇതെല്ലാം സംബന്ധിച്ച് സമൂഹത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അബദ്ധ വിശ്വാസങ്ങളും അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ എന്താണ് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പഠിപ്പിച്ചു. അതിൻ്റെ തന്നെ അവസാനമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ടായിരുന്നത്, ഒന്ന് ഇൽഹാം അതല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം ഇറങ്ങുന്നത് അവസാനിച്ചു പോയി എന്ന ഒരു വാദമുണ്ടായിരുന്നു. സാധാരണ നമ്മൾ തബ്ലീഗ് രംഗത്തും മറ്റും കേൾക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ അതിനെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനൊക്കെ തന്നെ മറുപടി നൽകുകയും അത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ പ്രമാണപരമായിട്ടുള്ള മറുപടികൾക്ക് പുറമെ ലോജിക്കലായിട്ട് ബുദ്ധിപരമായിട്ടുള്ള തെളിവുകൾ കൂടി സമർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൽഹാം നിന്നുപോയി എന്ന് പറയുന്ന വാദക്കാരാണ് മുസ്ലിങ്ങളിൽ അധികപക്ഷം. അതായത് ഏതോ ചില ആളുകളൊക്കെ ഉണ്ടെങ്കിലും അത് വീണ്ടും അതിൽ വ്യത്യാസങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു. അതേസമയത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഇൽഹാം നിന്നുപോയി എന്ന് പറയുന്ന ആളുകളാണ്. ഇപ്പോൾ ഇൽഹാമൊന്നും ഉണ്ടാവുകയില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരവരുടെ കാലങ്ങളിൽ ഇൽഹാമുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ പല വിധത്തിലും അവർ അവസാനിച്ചു പോയി എന്ന വിശ്വാസക്കാർ തന്നെയാണുള്ളത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിങ്ങളെ സംബോധന ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ മറ്റുള്ള മതസ്ഥരെയും മതം നിരാസകരെയും കൂടെ സംബോധന ചെയ്തുകൊണ്ട് ഇൽഹാം ഉണ്ട് എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് വെച്ചത് തനിക്ക് ഇൽഹാം ഉണ്ട് എന്നാണ്. തനിക്ക് ഇൽഹാം ഉണ്ട് എന്ന് അറിയിക്കുകയും അത് പുലരുന്നത് അവർക്ക് അതിൻ്റെ തെളിവുകൾ സഹിതം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇൽഹാം ഉണ്ട് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിക്കുകയുണ്ടായി. ആ സമയത്ത് ബുദ്ധിപരമായ ചില മറ്റ് തെളിവുകൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വെച്ചത് പ്രധാനമായിട്ടും ശരീഅത്ത് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഇൽഹാം എന്നാണ്. ഇപ്പോൾ സാധാരണ ഇൽഹാമില്ല എന്ന് പറയുന്ന ആളുകൾ, വഹിയില്ല എന്ന് പറയുന്ന ആളുകൾ എന്താ പറയല്? ഖുർആൻ വഹീൻ്റെ അവസാനത്തെ വഹിയൊന്നും ഇനി വഹീൻ്റെ ആവശ്യമില്ല എന്നാണ്. അപ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മുമ്പാകെ വെച്ച ഒന്നാമത്തെ സംഗതി ശരീഅത്ത് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല ഇൽഹാം വഹി എന്നുള്ളതാണ്. ഇൽഹാമും വഹിയും അള്ളാഹുവിൻ്റെ സ്നേഹം അള്ളാഹു അറിയിക്കുന്നതിന് വേണ്ടി തൻ്റെ ദാസർക്ക് ഇറക്കി കൊടുക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ മുഹബ്ബത്ത് എന്താണെന്ന് അറിയുമ്പോൾ ശരീഅത്തിന് വേണ്ടി മാത്രമല്ല, അള്ളാഹുവിൻ്റെ മുഹബ്ബത്ത്, അള്ളാഹുവിൻ്റെ സ്നേഹം എന്താണെന്ന്, സ്നേഹബന്ധത്തെ അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു സംസാരിക്കാറുണ്ട്. ഇക്കാര്യത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നോട് എൻ്റെ റബ്ബ് തൻ്റെ സ്നേഹത്തെ അറിയിച്ചത് തൻ്റെ ഭാഷണത്തിലൂടെയാണ്, തൻ്റെ കലാമിലൂടെയാണ് തൻ്റെ മുഹബ്ബത്ത് റബ്ബ് എന്നെ അറിയിച്ചിട്ടുള്ളത്.
അതിന് ആ സ്നേഹത്തെക്കുറിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ ഞാൻ ഏതുവരെ ആകൃഷ്ടനായി എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ റബ്ബിനെ ഒരിക്കലും പിരിയാത്തൊരു ബന്ധം എനിക്കുണ്ടാകുന്നത് ആ സ്നേഹമസനമായ ഭാഷണം കൊണ്ടാണെന്ന്. ഒരാൾക്കത് ലഭിക്കുകയാണെങ്കിൽ അതിനെ നിർവചിക്കാൻ സാധിക്കാത്ത അനിർവചനീയമായൊരു അനുഭൂതിയാണെന്നും, ആ അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ എല്ലാ തലത്തിലുള്ള എതിർപ്പുകളും ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് തന്നെ അതിനെ വകവെക്കാതെ മുമ്പോട്ട് നീങ്ങാൻ എന്നെ പ്രേരിതമാക്കിയത് ഈ അനുഭൂതിയാണെന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് വെറും ശരീഅത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അതിന് പല ഉദ്ദേശങ്ങളുണ്ട് ഇൽഹാമിൽ. അതിന് ഒന്ന് പ്രധാനപ്പെട്ടത് അള്ളാഹുവും അവൻ്റെ ദാസനും തമ്മിലുള്ള ബന്ധത്തെ, സ്നേഹബന്ധത്തെ അറിയിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരാൾക്ക് യഖീൻ അഥവാ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഇൽഹാം അള്ളാഹു അറിയിക്കുന്നു. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെക്കുറിച്ച്, ശക്തി വൈഭവങ്ങളെക്കുറിച്ച് ഉള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി അഥവാ യഖീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അള്ളാഹു തൻ്റെ ഇൽഹാം ഇറക്കുന്നു എന്നാണ്. ഇതൊക്കെ വെറും ലോജിക്കലായിട്ട് മാത്രമല്ല, അതിനുള്ള ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഈ നിലയിൽ എനിക്കിറങ്ങിയിട്ടുള്ള ഇൽഹാമുകൾ ഇന്നത് എന്നുകൂടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പൂർവ്വകാല സൂരികൾക്കും അഥവാ ദിവ്യന്മാരായിട്ടുള്ള ആളുകൾക്കും ഇറങ്ങിയ ഇൽഹാമുകളെയും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് ഉദാഹരണമായിട്ട് എടുത്തു വെച്ചു. മൂന്നാമത്തെ ഒരു മറുപടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വെച്ചത്, അത് സാധാരണക്കാരന് പരിശോധിക്കാവുന്ന സംഗതിയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് ഗഹനമായ അറിവും ഗഹനമായിട്ടുള്ള വായനയും അതല്ലെങ്കിൽ സമയമെടുത്ത് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, ഇനി പറയാൻ പോകുന്നത് ഒരു സാധാരണക്കാരന് വ്യക്തമായിട്ട് മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് മാരിഫത്ത്, അള്ളാഹുവിൻ്റെ ജ്ഞാനം നൽകുന്നതിന് വേണ്ടി, ഇർഫാൻ നൽകുന്നതിന് വേണ്ടി, പുതിയ അറിവുകൾ നൽകുന്നതിന് വേണ്ടി ഇൽഹാമിൻ്റെ ആവശ്യമുണ്ട്, അതിൻ്റെ ഹാജത്തുണ്ട്. അതായത് അറിവുകൾ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് ഒരാൾ എത്ര തന്നെ അധ്വാനിച്ചും ഏതെല്ലാം വിധത്തിൽ അധ്വാനിച്ചും കിട്ടുന്ന അറിവിനേക്കാൾ വളരെ സരളമായിട്ട് അള്ളാഹ് തൻ്റെ സ്നേഹം കൊണ്ട് ചില അറിവുകൾ നൽകാറുണ്ട്. അതിന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു ഉദാഹരണം എടുത്തു വെച്ചത് 40,000 അറബി പദങ്ങളുടെ റൂട്ട്, അർത്ഥം, നിരുക്തി ഉൾപ്പെടെ അള്ളാഹു എനിക്കൊരൊറ്റ രാത്രി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ എളുപ്പമുണ്ട് പറയാൻ, പക്ഷേ ഇന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ അറബി വാക്കുകൾ, ഇന്ന് രാവിലെ പോലും ഞാൻ അറബി സഹോദരനുമായി സംസാരിക്കുമ്പോൾ ഒരു വാക്ക് മസീഹ് ഉപയോഗിച്ചത് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഈ കാലത്ത് ഉപയോഗിക്കുന്ന വാക്കയല്ല, അത് പൂർവ്വകാല സാഹിത്യങ്ങളിലുണ്ട്, പക്ഷേ ഈ കാലത്ത് അറബികൾക്ക് അറിയാവുന്ന വാക്കുകളാണ്. അതായത് അത്രയും സാഹിത്യ സമ്പുഷ്ടമായ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏതെങ്കിലും അറബി ഗ്രന്ഥത്തിൻ്റെ ഒരു പേജ് വായിക്കുന്ന ഒരാൾക്കറിയാം ഇത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അറബി പഠിപ്പിച്ചത് എങ്ങനെയാണ്. കാരണം മസീഹ് വേറെ ഒന്നും അറബി പഠിച്ചിട്ടില്ല, പണ്ഡിതന്മാരൊന്നും പഠിച്ചിട്ടില്ല, അറബി കോളേജിൽ പോയി വിദ്യാഭ്യസിച്ചിട്ടില്ല. പക്ഷേ മസീഹ് അറബി 23ഓളം ഗ്രന്ഥങ്ങൾ അറബിയിലാണുള്ളത്. ആ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾക്ക്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു അറിവുള്ള ഒരാൾക്ക് അതിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ച പ്രയോഗങ്ങളും പൂർവ്വകാല സാഹിത്യത്തിൻ്റെ ചാതുരി, നമ്മൾ സബൽ മുല്ലഖാത്ത് അതല്ലെങ്കിൽ ഹരീരി, അതേപോലെയുള്ള പഴയ അറബി സാഹിത്യങ്ങൾ, ഹിമാസ തുടങ്ങിയിട്ടുള്ള അറബി സാഹിത്യങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതികളെക്കാളും എത്രയോ അനുഭൂതി നിർഭരമായിട്ടുള്ള സാഹിത്യ ചാതുരിയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾക്കുള്ളത്. മസീഹ് ഹമാമത്തുൽ ബുഷ്ര, മസീഹ് മവാഹിബുർ റഹ്മാൻ, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇജാസുൽ മസീഹ് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ആ പുസ്തകങ്ങളുടെ വശ്യത, അതിലൊരു പര്യായങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന സാഹിത്യക്കാരുണ്ട്. അങ്ങനെയല്ല, അതിലുള്ള ഓരോ പദങ്ങളും പര്യായങ്ങളല്ല എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാദം കൂടിയുണ്ട്. താൻ ഉപയോഗിക്കുന്ന തൻ്റെ പദങ്ങളിൽ, അത് ഖുർആനെക്കുറിച്ച് മസീഹിന് വാദമുണ്ട്, പര്യായ പദങ്ങൾ ഒരിക്കലും അറബി ഭാഷയിൽ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല മസീഹിൻ്റെ ഒരു വാദം. അറബിയിലൊരു പദം അതേപോലത്തെ സമാന പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വേറെയാണ്. അത്തരത്തിലുള്ള പദങ്ങളാണ് താൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദിച്ചുകൊണ്ടാണ് അറബി സാഹിത്യത്തിൻ്റെ ഈ ദൈവം അള്ളാഹു നൽകിയിട്ടുള്ള ആ അനുഗ്രഹത്തെ മുമ്പോട്ട് വെച്ചത്. വെറും സാഹിത്യ സമ്പുഷ്ടി മാത്രമല്ല, മറിച്ച് അതിൽ ഓരോ ലൈനിലും പുതിയ അറിവുകളാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സമ്മാനിച്ചത്.
വെറും പുതിയ ഭാഷാപരമായിട്ടുള്ള അറിവ് മാത്രമല്ല, മറിച്ച് അത് ലോകം അറിയാത്ത അറിവുകൾ. ഇത് മസീഹ് ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരാൾക്ക്, ഒരു മലയാളി തന്നെയാണെങ്കിലും അയാൾക്കും ഇസ്ലാം തത്വജ്ഞാനം വായിച്ചാൽ വിശുദ്ധ ഖുർആനിലെ 200-ലധികം സൂക്തങ്ങൾ ഇസ്ലാം തത്വജ്ഞാനത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതിലെ ഒരൊറ്റ ആയത്തിനും മുമ്പ് കാലത്ത് കൊടുത്ത ഒരർത്ഥവും മസീഹ് കൊടുത്തിട്ടില്ല. അങ്ങനെ വളരെ ഖണ്ഡന ഭയന്നെയാണ് ഈ പറയുന്നത്. മസീഹ് ഇസ്ലാം തത്വജ്ഞാനത്തിൽ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങൾ ഒരൊറ്റ ആയത്തിനും പൂർവ്വകാലത്ത് നൽകിയ അർത്ഥങ്ങളല്ല നൽകിയിട്ടുള്ളത്. ആ അർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുതിയൊരു മാനത്തിൽ അള്ളാഹു നൽകിയ അർത്ഥം അതിന് നൽകിയിട്ടുണ്ട്. കാരണം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വാദം, ഇസ്ലാം തത്വജ്ഞാനത്തിൽ അള്ളാഹു തൻ്റെ സ്വന്തം ജ്ഞാനം കൊണ്ട് അനുഗ്രഹിച്ചിട്ടാണ് ഈ ഗ്രന്ഥം എഴുതുന്നത് എന്നാണ്. ഇങ്ങനെ മസീഹ് ആ ജ്ഞാനം, അതായത് ഞാനിത് കുറച്ച് വിശദീകരിക്കേണ്ടി വന്നത്, സാധാരണ ഏതൊരുത്തനും മസീഹ് മവാഹിബുർ റഹ്മാൻ മലയാളത്തിലുണ്ട്, അതേപോലെ തന്നെ ഇസ്ലാം തത്വജ്ഞാനം മലയാളത്തിലുണ്ട്, ഉറുദുവിലുള്ളത്, അറബിയിലുള്ള മവാഹിബുർ റഹ്മാൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കുന്ന ഒരാൾക്ക് അറബി ഭാഷയിലും ഉറുദു ഭാഷയിലും മസീഹ് ജ്ഞാനം, അത് വേറൊന്ന്, ആ ഭാഷയിലുള്ള ജ്ഞാനമല്ല, മസീഹ് അള്ളാഹു നൽകിയിട്ടുള്ള അഭൗമികമായ ജ്ഞാനം, ആ ജ്ഞാനത്തെയും അതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇൽഹാമ് കൊണ്ടാണ് കിട്ടിയത്, അള്ളാഹുവിൻ്റെ അറിയിപ്പ് അള്ളാഹുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് കിട്ടിയത് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സംഗതി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു വെച്ചത്, ഇൽഹാം അഥവാ നിന്നു എന്ന് കരുതുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പല സിഫത്തുകളെയും നമുക്ക് അത് അവസാനിച്ചു പോയി എന്ന് പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ സിഫത്ത് മുഅത്തലായി, ഇൽഹാം അഥവാ അള്ളാഹുവിൽ നിന്ന് വഹിയും ഇൽഹാമും ഉണ്ടായില്ല, അത് മുൻകത്തിയായി, വഹിയും ഇൽഹാമും മുൻകത്തിയായി എന്ന് പറയുകയാണെങ്കിൽ, വഹിയും ഇൽഹാമും നിന്നുപോയി എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളും മുൻകത്തിയായി, സിഫത്തുകളും മുഅത്തലായി. ഇപ്പോൾ ആ സിഫത്തുകളും ഇനി ഒരിക്കലും സസ്പെൻഡ് ചെയ്യപ്പെട്ട സിഫത്തുകളാണ്, ഒരിക്കലും ഇല്ലാത്തതാണെന്ന് പറയേണ്ട ഒരവസ്ഥ വരും. അതിനെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ വാദം ഉന്നയിക്കുമ്പോൾ തിരിച്ച് ചില ആളുകൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റസൂലുള്ളാഹിക്ക് ഇൽഹാം ഉണ്ടായതിന് ശേഷം മുജദ്ദിദീങ്ങൾ വന്ന് അവർക്കുണ്ടായിരുന്നു, ഇൽഹാം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയിലുള്ള കാലത്ത് എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചോദിച്ചു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇടയിലുള്ള ആൾക്കാരെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാലത്തും നിന്നിട്ടില്ല ലോകത്തിൻ്റെ കോണുകളിൽ അള്ളാഹുമായി ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് എല്ലാ സമയത്തും അള്ളാഹു അവരോട് സംഭാഷണം നടത്തിയിട്ടുണ്ട്, അതൊരിക്കലും നിലച്ചു പോകാത്തതിനുള്ള തെളിവുകൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തുദ്ധരിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഇൽഹാം നിന്നു പോവുകയാണെങ്കിൽ, അഥവാ വഹി ദിവ്യ സന്ദേശം നിന്നു പോവുകയാണെങ്കിൽ മനുഷ്യവർഗത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അനുഗ്രഹം അതാണ് നിന്നു പോകുന്നത് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അത് നിന്നു പോകുന്നതോട് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ, അവനുമായിട്ടുള്ള ബന്ധത്തെയും നിർത്തുന്നതിന് തുല്യമാണെന്ന് മസീഹ് ലോകത്തോട് പറഞ്ഞു. അതുകൂടാതെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മസീഹ് മനസ്സിലാക്കി തരുമ്പോൾ അത് വളരെ ലോജിക്കലായിട്ടാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചഷ്മെ മാരിഫയിലും അതേപോലെ തന്നെ മറ്റ് ചില ചഷ്മെ മാരിഫയിൽ പ്രത്യേകിച്ച് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഐനുൽ കമാലാത്തെ ഇസ്ലാമിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അത് വളരെ ശക്തമായിട്ട് എടുത്ത് പറയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽഹാം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആൾക്കാർ സ്വപ്നങ്ങളെ ഒരിക്കലും നിഷേധിക്കാറില്ല. അതിന് നിഷേധിക്കുന്ന ആളുകളുടെ സ്വപ്നത്തിൻ്റെ ഒരു അർത്ഥമല്ല എന്ന് പറയുന്ന ആളുകൾ, നമ്മുടെ തമിഴ്നാട്ടിലുള്ള മുജാഹിദീങ്ങളുടെ ഒരു വിഭാഗം, സ്വപ്നം എന്നുള്ളതിന് ഒരു അർത്ഥമല്ല എന്ന് പറയുന്നവർ. അതേസമയത്ത് സൽസ്വപ്നങ്ങൾ ഉണ്ടാവാം എന്ന് പറയുന്ന ആളുകളുണ്ട്. മുസ്ലിങ്ങളെ ബഹുഭൂരിപക്ഷ ആളുകൾ അങ്ങനെയാണ്. വഹി നിന്നുപോയി സൽസ്വപ്നങ്ങൾ ഉണ്ടാവാം. സൽസ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പുകളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല, അതിലവർക്കും സംശയമില്ല. അപ്പോൾ അള്ളാഹ് ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടി അവൻ്റെ കണ്ണിനെ ഉപയോഗിക്കുന്നു. ഈ കണ്ണിനെ അല്ലെങ്കിലും ആന്തരികമായ കണ്ണിനെ ഉപയോഗിക്കണം. അപ്പോൾ കണ്ണ് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാൻ, ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി അവൻ്റെ കണ്ണിന് ഇൽഹാം നിന്നിട്ടില്ല. അപ്പോൾ അവനെ കാണാനുള്ള കാഴ്ച ശക്തിക്കുള്ള ഇൽഹാം നിന്നിട്ടില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ആ മസീഹ് അവനെ കേൾവി ശക്തിക്ക് ഇവിടെ നിന്ന് നിന്നതെന്ന് വെച്ച്, കണ്ണിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാതുകൊണ്ട് കേൾക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമുള്ളതെന്ന് വെച്ച് അതിനെ മസീഹ്. അതേപോലെ ചിന്തയിൽ വരാം, ഉരുത്തിരിഞ്ഞ് വരാം. അപ്പോൾ മനുഷ്യൻ്റെ ഒരവയവത്തിന് ഇൽഹാമുണ്ട്, മറ്റേ അവയവത്തിന് ഇൽഹാമില്ല എന്ന് പറഞ്ഞാൽ ആ രണ്ട് അവയവങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അങ്ങനെ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു തെളിവുകൾ വെച്ചുകൊണ്ടാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇൽഹാമിനെ സ്ഥിരീകരിച്ചത്. ഇനി അന്ന് അവസാനിക്കാൻ ബാക്കിയുണ്ടായിരുന്ന ഭാഗം കലാമെ ഇലാഹി, ദൈവിക വചനങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗം അതായിരുന്നു.
അതിൻ്റെ തന്നെ മറ്റൊരു വശം നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് വിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. ഞാൻ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിനെ പരതി നോക്കിയപ്പോൾ ഏകദേശം 27 കാര്യങ്ങളിൽ വിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തിൽ ഇല്ലാത്ത ഖുർആനെയാണ് മസീഹ് നമുക്ക് തന്നിട്ടുള്ളത്. 27ഓളം കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിലുള്ള ഖുർആൻ അല്ലാത്ത വേറെ ഖുർആൻ. അതിൽ ചിലത് മാത്രം ഞാൻ എടുത്ത് ഉദ്ധരിക്കും. ഞാനിതിന് ബേസ് ചെയ്തിട്ടുള്ള ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഒരു പ്രഭാഷണമാണ്. അതായത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരുത്തിയ വിപ്ലവങ്ങൾ. അതിന് അത് അറബിയിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ ഇൻജാസാത്തുൽ മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ വിപ്ലവങ്ങൾ. അതിൽ പറഞ്ഞ ചില കാര്യങ്ങളെയാണ് ഞാനിന്ന് ബേസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഖുർആനിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്, അതിൽ ഒരു തെർത്തീബില്ല എന്നായിരുന്നു. തെർത്തീബില്ല എന്ന് മാത്രമല്ല, അതിൽ ചില കാര്യങ്ങളൊക്കെ ഖുർആൻ നമുക്ക് തന്നു, അതിൽ പലതും പോയിട്ടുണ്ട്. തെർത്തീബില്ല എന്നല്ല, അതിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളുണ്ട് ഇസ്ലാമിനെതിരിൽ. മീസാനുൽ ഹക്കാവട്ടെ, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ വിരോധിക്കുന്നു പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്. അതേപോലെ അന്വേഷണത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. ഒരുപാട് അന്വേഷണത്തിൻ്റെ അന്ത്യം എല്ലാ ക്രിസ്ത്യാനികളും, മുസ്ലിം ക്രിസ്ത്യാനി ആയാൽ എല്ലാവരും അന്വേഷണം ഒരേ ലൈനിലാണ് പോവുക. അത് റവറൻ KK ലവി ആയാലും BP ലവി ആയാലും അല്ല അക്ബർ ആയാലും ആരാണെങ്കിലും ഏതൊരാളും വരുന്ന വഴിക്ക് അവർ വന്ന വഴി ഒന്നായിരിക്കും. പക്ഷേ ഇവരൊക്കെ വെക്കുന്ന ഒരു സംഗതി ഖുർആനിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ്. അത് ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള തർക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത് ഉദ്ധരിച്ചത്. കാരണം ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത്, അതല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഖുർആന് രണ്ടാമത് ക്രോഡീകരിക്കുമ്പോൾ ചില ഭാഗങ്ങൾ ഒഴിവാക്കി എന്ന് ഒരു വാദമുണ്ട് ഷിയാക്കൾക്ക്. അവർക്ക് ആവശ്യമില്ലാത്ത ചില ഭാഗങ്ങൾ ഒഴിവാക്കി. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഖുർആനെ അങ്ങേറ്റം കളിയാക്കുന്ന ചില ആളുകൾ ആട് തിന്നിട്ടുണ്ട്. ഖുർആൻ്റെ ഒരു ഭാഗം, ഹസ്സൻ്റെ കയ്യിലുണ്ടായിരുന്ന ഖുർആന് കുറച്ചൊരു ഭാഗം ആട് തിന്നിരുന്ന്, അപ്പോൾ അതിൻ്റെ ബാക്കി ഖുർആനുള്ളൂ എന്ന് വരെ ക്രിസ്ത്യാനികൾ കളിയാക്കി എഴുതിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളിൽ തന്നെ ഉള്ളൊരു വിഭാഗം, അഥവാ ഖുർആന് കുറച്ച് ഭാഗം പോയി എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ ഉദ്ധരിച്ചിരിക്കുന്നു, അതിനെ മറ്റ് എതിരാളികൾ എതിർക്കുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള മറുപടി നൽകാൻ അവരുടെ കയ്യിലൊന്നുമില്ല. ഇല്ലയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അതിന് മറുപടി അവരുടെ കയ്യിലില്ല. അവിടെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രസക്തി. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബുദ്ധിപരമായിട്ട് ആദ്യം തെളിവെച്ച് ഒന്ന് വെച്ചത് എന്താണ്? ഖുർആനിലുള്ള ആയത്തുകൾ, ഓരോ ആയത്തുകളും അതിശക്തമായ ക്രമീകരണം അതിൽ കാണാൻ സാധിക്കുന്നു. തെർത്തീബ് അതിൽ കാണാൻ സാധിക്കുന്നു. അതിലേതെങ്കിലും ഒരു ഭാഗത്ത് ഖുർആൻ ഒരു വാക്ക് അടുത്ത വാക്കായി നിങ്ങോട്ട് എടുത്താൽ, നടുവെന്നൊരു വാക്കുകൊണ്ട് എടുത്താൽ ആ വാക്കിനെ പിന്നെ അതേപോലെ വെക്കാൻ പറ്റിയൊരു സ്ഥലം ഖുർആനിലില്ല. ഖുർആനിൽ ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ അതല്ലെങ്കിൽ ഒരു സൂറത്തോ എടുത്താൽ ആ സൂറത്ത് അവിടുന്ന് എടുത്തത് മേലെയുള്ള സൂറത്ത് വായിക്കുന്ന ആൾക്കറിയാം, താഴെയുള്ള സൂറത്ത് വായിക്കുന്ന ആൾക്കറിയാം. ഒരായത്തെടുത്താൽ അവിടുന്ന് ഒരു കഷ്ണം പോയിട്ടുണ്ട് എന്ന് മേലത്തെ വായിച്ചാലറിയാം, താഴത്തെ വായിച്ചാലറിയാം. അതിശക്തമായിട്ടുള്ള ഒരു തെർത്തീബ് ഖുർആനുണ്ട് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദിച്ചു. അതേസമയത്ത് മലയാളികളായിട്ടുള്ള മുഫസ്സിരീങ്ങളുണ്ട്, മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട ഉറുദു അറബി തഫ്സീറുകളുണ്ട്. ഇതിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു സംഗതി എന്താണ്? അങ്ങനെ തെർത്തീബൊന്നും ഖുർആനിലില്ല എന്ന്. കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയും, കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയും, വേറെ കുറേ കാര്യങ്ങൾ പറയും. അത് പെറുക്കി കൂട്ടി നമ്മൾ തെർത്തീബാക്കിക്കൊള്ളണം എന്നാണ്. ആവശ്യമുള്ള അനുസരിച്ച് ചെയ്തോളണം. അങ്ങനെ ഇല്ല എന്നാണ് അവർ. പക്ഷേ മസീഹ് ശക്തമായിട്ടുള്ള വാദം അതാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു എഴുതിയ തഫ്സീർ കബീറിൽ ഈ വാദത്തെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി എല്ലാ ആയത്തുകളും അടുത്ത ആയത്തുകളുമായിട്ട് എങ്ങനെ ബന്ധമുണ്ടെന്ന് സാനി സ്ഥാപിക്കുന്നുണ്ട്. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാ ഖുർആന്റെ മുഴുവൻ തർജ്ജമയും എഴുതി എന്ന് മാത്രമല്ല, അത് ദർസ് മുഖേന നേരിട്ട് കൊടുക്കും ചെയ്ത് ഫുൾ ഖുർആന്റെ തർജ്ജമ. അതിൽ മസീഹ് ഹുസൂർ ചെയ്തിട്ടുള്ള ഒരു സംഗതി, എല്ലാ ആയത്തുകളും അടുത്ത ആയത്തുകളായിട്ടുള്ള ബന്ധം പറഞ്ഞു. അതേസമയത്ത് ഓരോ സൂറത്തുകളും അടുത്ത സൂറത്തുകളുമായിട്ടുള്ള ബന്ധവും, ആ സൂറത്ത് എന്തുകൊണ്ട് ആ സ്ഥാനത്ത് തന്നെ വെച്ചു എന്നുകൂടെ ഒരാമുഖം 1-2 പേജിൽ ഹുസൂർ എഴുതി ചേർത്തു. അത് ഈ ദർസിലും ഏകദേശം 304ഓളം ദർസുകളുണ്ട്. അതുകൊണ്ട് ആ ദർസിലും ഈ ക്രമീകരണം നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് ഉറുദു അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പരിധിവരെ അറിയുമെങ്കിൽ തന്നെ
ആ ദർസ് ഓരോന്നോരോന്നായി കേട്ടാൽ ഖുർആനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു ജ്ഞാനം കിട്ടും. അതിന് മെനക്കെടേണ്ട പണിയില്ല, ചുവട്ടിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കേട്ടാൽ മതി. ഏതൊരു പിന്നെ ഒരു അല്പസ്വല്പം ഉറുദു അറിയുന്ന ഒരാൾക്ക് നല്ലതാണത്. അതേപോലെ അത് ഇംഗ്ലീഷിലും അതിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. ഇംഗ്ലീഷ് കുറച്ചുകൂടെ തഫ്സീർ കൂടുതലുള്ളതാണ്. ഏതായാലും രണ്ടും ഈ കാര്യം മനസ്സിലാക്കുന്നതിന് മാത്രമല്ല ഖുർആനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് കൂടി അനിവാര്യമാണ്. അത് നമ്മൾ സമയം കിട്ടുമ്പോൾ ചെയ്യുന്നത് എളുപ്പമുള്ളൊരു സംഗതി കൂടിയാണ്. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു ചലഞ്ച് നൽകിയത് ഖുർആനിൽ ചില ഭാഗങ്ങൾ ഇല്ലാതായി എന്ന് പറഞ്ഞവരോട്, ഖുർആൻ ഒരു പരിപൂർണ ഗ്രന്ഥമാണ്. അഖ്ലാഖിയായിട്ടും റുഹാനിയായിട്ടും ഉത്കൃഷ്ട സ്വഭാവങ്ങൾ ഉരുവാക്കുന്ന കാര്യത്തിലും അതേപോലെ റുഹാനിയായിട്ടുള്ള ആത്മീയമായിട്ടുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലും ഖുർആൻ ഒരു പരിപൂർണ ഗ്രന്ഥമാണ്. അതിൽ ഏതെങ്കിലും അഖ്ലാഖിയായിട്ടുള്ള ഒരു ചോദ്യം അതല്ലെങ്കിൽ റുഹാനിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ചോദ്യം അതിന് ഉത്തരമില്ലാത്തത് ഖുർആനിലില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ ഞാൻ പറയാം ഉത്തരം എന്നാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാദം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു 10 ജുസാണ് ഇവർ ഏറ്റവും കൂടുതൽ കാലിയെ കൊണ്ടുപോയിക്കണമെന്ന് പറയുന്നത്. 10 ജുസ് കാണാനല്ല, 40 ജുസായിരുന്നു 10 ജുസ് കൊണ്ടുപോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആയത്തുകൾ കൊണ്ടുപോയി ചില സാധനങ്ങൾ കാണാനല്ല എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും അതിൽ നിന്ന് അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊരു കുറവ് അഖ്ലാഖിയായിട്ടും റുഹാനിയായിട്ടുള്ള വിഷയങ്ങളിൽ ഖുർആനിൽ കാണണമല്ലോ. അത് കാണുന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു ഗ്രന്ഥത്തിൽ ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഖലീഫത്ത് മസീഹ് സാനിയെ കളിയാക്കി. സാനി ഇങ്ങനെ കളിയാക്കിയെന്ന് വെച്ചാൽ അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്ത് നല്ല പണിയാണെന്ന് പറഞ്ഞു. കാരണം ഇവിടെ എല്ലാ സാധനത്തിനും ആവശ്യമുള്ള എല്ലാ കാര്യവും അവിടെ ഉണ്ട്, പിന്നെ ആവശ്യമില്ലാത്തല്ലേ കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം അവരെ കിട്ടുകയാണെങ്കിൽ എന്ന് വരെ സാനി തമാശയിൽ അവരെ കളിയാക്കുണ്ടായി, ഈ വാദത്തെ കളിയാക്കുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് മറ്റൊരു സംഗതി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പോട്ട് വെച്ചൊരു സംഗതി, വിശുദ്ധ ഖുർആൻ ഈ തെർത്തീബ് കൂടാതെ അത് പരിപൂർണമാണ് എന്നുള്ള വാദത്തിന് ആ ഖുർആൻ ഇന്ന് നിലവിലുള്ള ഖുർആൻ തന്നെ തെളിവാണ്. എന്നൊരു കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി എന്ന് പറയുന്ന ആളുകൾ ആ കൊണ്ടുപോയതിൽ നിന്ന് എന്തെങ്കിലും ഒരു സൂചന കൊണ്ടുവരും അവിടുന്ന് എടുത്തിട്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അത് ഷിയാക്കളെ ചില വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെ കൊണ്ടുപോയി വെക്കുക എന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഖുർആൻ്റെ നടുവിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണമല്ലോ, അതെവിടെ വെക്കാൻ പറ്റുമെന്ന് അവർ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു സംഗതി, അത് പൊതുവെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടാണ്. പക്ഷേ സബ്ജക്റ്റ് വളരെ വൈഡ് സബ്ജക്റ്റാണത്. ഞാനത് അങ്ങനെ നീട്ടി വരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ 1-2 വാക്കുകളിൽ ഒതുക്കും. അത് ഖുർആനിൽ ചില ആയത്തുകൾ മൻസൂഖ് ഉണ്ട്. നമ്മളെ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് അതന്നെ അറിയില്ല സംഗതി. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് അവർക്കറിയില്ല. ചേകന്നൂരിൻ്റെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ ഞങ്ങൾ തന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് പിടിച്ചു നടക്കണം. അവരുടെ ചേകന്നൂരിൻ്റെ വിശ്വാസവും മൻസൂഖ് ഉണ്ടെന്നാണ്. ചേകന്നൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പീസ് നമസ്കാരം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം മൻസൂഖ് ഉണ്ടെന്ന് വാദിക്കുന്നുണ്ട്. ചില കൽപ്പനകളെക്കുറിച്ച് ഈ അനന്തരം ഈ കൽപ്പനയെ ദുർബലപ്പെടുത്തുന്ന വേറെ ആയത്തുകളൊന്നും ഇറങ്ങാത്തത് കൊണ്ട്, വേറെ കൽപ്പന ദുർബലപ്പെടുത്താൻ വേറെ പരിപാടിയൊന്നും ഒരിക്കലും ആയത്തന്നെ ഉള്ളൂ, വേറെ ആയത്തുകളൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ഇതന്നെയാണ് പിന്നെ നിലനിന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ മൗദൂദി സാഹിബും പറയുന്നത് ഖുർആനിൽ മൻസൂഖ് ഉണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ മസായിൽ റസായിൽ എന്ന് പറഞ്ഞിട്ട് ചോദ്യോത്തരങ്ങളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് അതിൻ്റെ ഓർക്കുന്നത് 2ാമത്തെ വള്ളിയത്തിലാന്ന് പറഞ്ഞ് മൻസൂഖ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടി മൻസൂഖ് ഉണ്ട് എന്ന് വാദിക്കുന്നുണ്ട്. അതേപോലെ സുന്നികളെ കഥയാണെങ്കിലോ അവർ നാസിഖ് മൻസൂഖിൻ്റെ കിതാബുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് മാത്രമല്ല, അവർ ഒരുപാട് കാലം ഈ പള്ളിക്ക് ഓതുന്ന നാസിഖ് ആയത്ത് ഏതാണ് മൻസൂഖ് ഏതാണെന്നാണ്. എൻ്റെ ഉപ്പ എന്നോട് ഒരിക്കൽ പറയണ്ടായി, ഉപ്പാക്ക് കാദ്യന് ചെന്നാൽ ആദ്യത്തെ പരിപാടി അവിടെയുള്ള വലിയ ആലിമികളെ കണ്ടിട്ട് ചില മൻസൂഖ് ആയത്തുകളൊക്കെ എങ്ങനെയാണോ അല്ലെങ്കിൽ മറുപടി പറയണത് അന്വേഷിച്ച് നോക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പ ബയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ കുടുംബത്തിൽ എല്ലാ ഉലമാക്കളും ചേർന്നിട്ടൊരു ചർച്ച നടന്നു. ആ ചർച്ചയിലുണ്ടായിരുന്ന വിഷയം നാസിഖ് മൻസൂഖ് ഉണ്ടോ ഇല്ലെന്നായിരുന്നു. കാദ്യാനികൾ ആ വാദം തെളിഞ്ഞാൽ ഞങ്ങൾ വരാമെന്നായിരുന്നു അവരുടെ വാദം. ചർച്ചയുടെ വിശദാംശത്തിലേക്കല്ല പോകുന്നത്. അതായത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഉലമാക്കൾക്കിടയിൽ ഈ ചർച്ച. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ആർക്കും തന്നെ മൻസൂഖ് ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തർക്കമല്ല. അപ്പോൾ പിന്നെ കുടുങ്ങിയില്ല ഖുർആനിലെ ചില ഭാഗങ്ങൾ ഇന്ന് ആയത്തുണ്ട്, പക്ഷെ ഓതിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ വേറെ രസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്ത് മൻസൂഖ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബല്യഗ മാവുൻസിലയിലേക്കാന്ന് പറഞ്ഞാൽ നിനക്കിറങ്ങിയത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം എന്നാണ് അതിന് തർജ്ജമ. തർജ്ജമ ഏതല്ല, അത് വേറെ കാര്യം. പക്ഷേ
അതോടുകൂടി അത് പോയി. ആ ആയത്ത് പോയി അവിടെ വലിയ മാവൻസിലേക്ക് നിന്നിലേക്ക് ഇറക്കപ്പെട്ട് മറ്റവർക്ക് എത്തിക്കാൻ. അപ്പോൾ എല്ലാവരോടും അത് പറയാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് ഈ മൻസൂഖ് വാദക്കാർ തന്നെ നമ്മളോട് തർക്കിച്ച് മുട്ടുമ്പോൾ പറയും ലക്കും ദീനിക്കും വലിയ ദീൻ. അവസാനം അവർ പറയില്ല ആ ആയത്ത് ഓതിയിട്ടാണ് നമ്മുടെ അടുത്ത് കഴിച്ചില്ലാൽ. അപ്പം ആയത്തുകൾ മൻസൂഖാണെന്ന് പറയുന്നവർ തന്നെ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ചില ആയത്തുകൾ മൻസൂഖാകുന്നത് ആയത്തുകൾ തന്നെ ഇറങ്ങിയിട്ടാണ്. യുൻസഖുൽ ആയാത്തു ബിൽ ആയാത്ത്. ചില ആയത്തുകൾ മൻസൂഖാകുന്നത് എങ്ങനെയാണ്? ചില ആയത്തുകൾ മൻസൂഖാകുന്നത് ഹദീസ് കൊണ്ടാണ്. റസൂലുള്ള ഇന്നത് പറഞ്ഞു, അതുകൊണ്ട് ഈ ഹദീസിലുള്ളത് ശരിയായതുകൊണ്ട് ആ ആയത്തിലുള്ളത് എടുക്കേണ്ട. ഇനി ഇതിൽ മറ്റൊരു വശം, ആയത്തുകൾ മൻസൂഖായത് ഇപ്പോഴും ഖുറാനിൽ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്ന്. ചില ആയത്തുകളൊക്കെ എടുത്ത് കളഞ്ഞ്. ഉദാഹരണമായിട്ട് എറിഞ്ഞു കൊല്ലണിനെ കുറിച്ചൊരു ആയത്തുണ്ടായിരുന്നു, സൂറത്തുർ റജ്ം എന്നാണ് അതിന് പറയുന്നത്. ആയത്ത് ഒരു സൂറത്തല്ല, ആയത്ത് റജ്ം. എറിഞ്ഞു കൊല്ലണ ഒരു ആയത്ത് ഖുറാനിലുണ്ടായിരുന്നു, അത് പിന്നെ എടുത്ത് കളഞ്ഞാണെന്ന്. അത് പിന്നെ 100 അടി വന്നപ്പോൾ എറിഞ്ഞു കൊല്ലണത് എടുത്തു കളഞ്ഞാണ്, അത് പിന്നെ മൻസൂഖായി പോയതാണ്. ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കരുതെന്നൊരു ആയത്ത് ഖുറാനിലുണ്ട് എന്ന് തർജ്ജമ ചെയ്യാണ്, വെറുതെ തർജ്ജമ ചെയ്യാണ്. ഫലാ തഖ്റബു സ്വലാത്ത വഅൻതും സുക്കാറ എന്ന് പറഞ്ഞാൽ മദ്യപിച്ച നിലയിൽ പോയിട്ട് നിങ്ങൾ നിസ്കരിക്കരുതെന്നാണ് അതിനർത്ഥം. അപ്പം നേരത്തെ മദ്യപിച്ച് നിസ്കരിക്കാൻ പറ്റിയ ആയത്തുണ്ടായിരുന്നു, അത് മൻസൂഖായി. ഞാൻ ഒരു മുസ്ലിയാരോട് വെറുതെ തമാശയ്ക്ക് വെച്ചു, മദ്യപിച്ച് നിസ്കരിച്ച എന്നൊരായത്തുണ്ടായിരുന്നു എന്നല്ലേ, നിസ്കരിക്കാന്നുള്ളതല്ലേ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇനി മദ്യപിക്കാതെ നിസ്കരിക്കുക എന്ന് പറയണം, എങ്കിലല്ലേ ഉള്ളൂ നമുക്ക് ആയത്ത് മൻസൂഖാക്കി അറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ മദ്യപിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതാവില്ല. ഇതിന് ആയത്തിന് അർത്ഥമില്ല. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, നാസിഖ് മൻസൂഖിൻ്റെ ഏകദേശം 10-12 വകതിരിവുകളുണ്ട്. ഇങ്ങനെ മൻസൂഖാക്കാം, അങ്ങനെ മൻസൂഖാക്കാം. വെറും ഒരു എന്തായാലും പറയാം, ഒരു പിന്നെ വൈജ്ഞാനികമെന്നറിയപ്പെടുന്ന പരമവിഡ്ഢിത്വമാണത്. ഒരു പരമവിഡ്ഢിത്വത്തെ വൈജ്ഞാനിക വേഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട സംഗതി. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖുർആനിൽ അൽഹംദുലില്ലാ ബിസ്മില്ലായുടെ ബാ മുതൽ വന്നാസിൻ്റെ സീൻ വരെ ഒരൊറ്റ അക്ഷരവും മൻസൂഖാവില്ല. എല്ലാ ആയത്തും എല്ലാ പിന്നെ അക്ഷരങ്ങളും ഇന്നും നിലവിലുള്ളതാണെന്ന്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, മസീഹ് മൗഊദ് വന്നിട്ടില്ലേ നമുക്കുള്ള ഖുർആൻ എങ്ങനെയായിരിക്കും? പണ്ട് വാപ്പാക്ക് പറഞ്ഞ പോലെ മൂലിയക്കന്മാരൊക്കെ അവിടെ കൂടിയിട്ടൊന്നിങ്ങനെ ആണ്. നിലമ്പൂരൊരു വാപ്പാക്ക് ഉണ്ട്, ഉപരാണ് മൂലിയക്കന്മാരൊക്കെ പാടെ ഒരിടത്ത് കൂടിയിട്ട് ഖുർആനൊക്കെ പാടെ അങ്ങോട്ട് ഒരുമിച്ച് കൂടി എഡിറ്റ് ചെയ്യാം. മൻസൂഖായത് വേറെ, മൻസൂഖ് അല്ലാത്ത വേറെ. എന്നിട്ട് നമുക്ക് എന്ന് ഓതാതെടുത്താൽ മതിയല്ലോ, മറ്റു വെറുതെ ഓതിയിട്ട് ഇടങ്ങേറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതേപോലെയുള്ള ഒരു സംഗതി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അവിടെ നിന്നാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ രക്ഷിച്ചത്. മറ്റൊന്ന്, മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വന്ന സംഗതി, ഇതും അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഖുർആൻ്റെ മാരിഫത്തുകൾ അവിടെ തന്നെ അവസാനിച്ചു പോയി, ഖത്തം മുഴുവൻ അവസാനിച്ചു പോയി എന്നാണ്. എവിടെ? പൂർവ്വകാലത്ത് ആൾക്കാർ പറഞ്ഞത് ചെയ്തു. ഇപ്പോൾ മസീഹ് മൗഊദിൻ്റെ കാലഘട്ടം വരെ ആരെങ്കിലും വന്നിട്ട് ഒരു തഫ്സീർ എന്താണെന്ന് പറഞ്ഞാൽ അത് ഏത് തഫ്സീറിലുള്ളതെന്ന് ചോദിക്കും. അപ്പം ഇന്നും നമ്മളെന്തെങ്കിലും ഒരു വാദം പറഞ്ഞാൽ അത് ഏത് തഫ്സീറിലാണ് പറഞ്ഞതെന്ന് ചോദിക്കുക. ഇബ്നു കസീറിലുണ്ടോ, മാലിമു തൻസീലിലുണ്ടോ, പിന്നെ ജലാലൈനി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക. വാസ്തവത്തിൽ മസീഹ് മൗഊദ് പറഞ്ഞത് തഫ്സീർ എഴുതുന്ന ആൾക്ക് പടച്ചോനാണ് അറിവ് കൊടുത്തതെന്ന് നിങ്ങൾ പറയുന്നത്. ആ പടച്ചോനെന്താ എനിക്ക് തരാൻ പറ്റില്ല എന്ന് വെച്ച്, തഫ്സീർ എഴുതുന്ന ആൾക്ക് റസൂലുള്ളാഹിക്ക് ശേഷം പടച്ചോൻ അറിവ് കൊടുത്ത് എന്ന് വാദിക്കുന്ന ആൾക്ക് പിന്നീടുള്ള ആളുകൾക്ക് അല്ലാഹു കൊടുക്കാൻ പറ്റൂലേ? അങ്ങനെ മസീഹ് മൗഊദിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ ആ ഉദ്ധരണി ഇസാലോ ഹാമിൽ വന്ന മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഒരു ഉദ്ധരണി വായിച്ച് കേൾപ്പിക്കാം, അതിനുശേഷം നമുക്ക് പുറകോട്ട് പോകാം. जिस तरह सहीफ़े फितरत के अजाइब व गराइब खवास किसी पहले ज़माने तक ख़त्म नहीं हो चुके, बल्कि जदीद दर्द जदीद पैदा होते जाते हैं, यही हाल उन सोफ़े मुतहरा का है ता खुदा ताला के कौल और फ़िल में मुताबिक़त साबित हो. ഒരൊറ്റ സെൻറ്റൻസ് ഉള്ളൂ. പക്ഷെ മസീഹ് മൗഊദ് അത് ഉറുദുവിലെന്നെ ഒരു ചൊല്ലുണ്ട്, സമുദ്രത്തെ കിണറ്റിൽ ഒതുക്കി കൊടുക്കാൻ. അതേപോലത്തെ ഒരു വാക്കാണ് പറഞ്ഞത്. പ്രകൃതിയിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങളും അസാധാരണമായിട്ടുള്ള സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അത് ഒരിക്കലും ഒരു കാലത്ത് സംഭവിച്ചിട്ട് പിന്നെ സംഭവിക്കാത്ത കാര്യങ്ങളല്ല. ഇപ്പോൾ ഒരു ഇലയുടെ ഗുണങ്ങൾ, ഇല കാണാനുള്ള ചെറുതാണെങ്കിൽ പക്ഷെ അത് പിന്നെ കാണുമ്പോൾ അതിനേക്കാൾ വലുതാണ്.
ഇപ്പോൾ വെളിച്ചം, രണ്ട് വെളിച്ചം, ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന വെളിച്ചം മറ്റൊരു വെളിച്ചം കൂടി ചേർന്നിട്ട് അതിന് എനിക്ക് തോന്നുന്നു സയൻസ് ടെക്നിക്കൽ ടൈമിൽ സൂപ്പർനോവ എന്ന് പറയും. അതിലുണ്ടാകുന്ന വെളിച്ചം കോടിക്കണക്കിന് കൊല്ലങ്ങൾ ആ വെളിച്ചം നിലനിൽക്കുന്നു ഭൂമിയിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന്. ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന പ്രകാശ വിസ്ഫോടനം എന്ന് പറയുന്നത്. അത് ഉണ്ടാകുന്നത് രണ്ട് പ്രകൃതിയുടെ രണ്ട് സംഗതികളിൽ നിന്ന് ഉണ്ടാവാമെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമെന്ന് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? അതും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് വന്നു തന്നെയാണ്. അതിന് മസീമത് മറ്റൊരു ആംഗിളിൽ എടുത്തു വെച്ച് എങ്ങനെയാണ്, പിന്നെ ഇലയുടെ ആണെങ്കിലും കല്ലിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ഒരു മണ്ണിൻ്റെ തരിയാണെങ്കിലും അതിലുള്ള അതിൻ്റെ ഗുണങ്ങളെ ഒരിക്കലും അതിൻ്റെ ഒരു പരിധി ഇത്രയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പരിധി ഇതിൻ്റെ ഗുണം ഇത്രയേ ഉള്ളൂ എന്ന് ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പ്രകൃതിയിലുള്ള സംഗതികൾ നിന്ന് ഉണ്ടാവുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിലും മുത്താബിഖത്ത്, പരസ്പര ബന്ധം, ഒരു താദാത്മ്യത ഉണ്ടാവും. അള്ളാഹുവിൻ്റെ കലാമിലും അതേപോലെ തന്നെ അള്ളാഹ് ഇറക്കിയ കലാമിലും അതേ ഗുണങ്ങളുണ്ട് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദിക്കുകയും അതിനെ മസീഹിന്റെ വാക്കുകൾ ഇങ്ങനെ തർജ്ജമ ചെയ്യാം. എவ்விധം പ്രകൃതിയുടെ പുസ്തകത്തിൽ അത്ഭുതങ്ങളും അനിതര സാധാരണമായിട്ടുള്ള സ്വഭാവങ്ങളും ഒരു കാലത്തും അവസാനിക്കാത്ത വിധത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. മറിച്ച് ഒരു കാലത്തും അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, നവങ്ങളായിട്ടുള്ള അത്ഭുതങ്ങളും പ്രതിഭാസങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിലുള്ള ഓരോ വസ്തുവിലും. ഇത് തന്നെയാണ് വിശുദ്ധ ഏടുകൾക്ക് അഥവാ വിശുദ്ധ ഖുർആനുള്ള ഗുണവും. കാരണം അള്ളാഹുവിൻ്റെ ഖൗലും ഫേലും, അവൻ്റെ വചനവും അവൻ്റെ പ്രവൃത്തിയും പരസ്പരം താദാത്മ്യമുള്ളതാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഈ ഒരു കാര്യത്തോടുകൂടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വെറുതെ പറഞ്ഞില്ല. മസീഹ് അത് പറഞ്ഞ് എനിക്കല്ല വെളിപ്പെടുത്തുന്ന സംഗതികളുണ്ട്. ഉദാഹരണമായിട്ട് വൈദൽ ഇഷാർ ഉത്തിലത്ത്, ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടും എന്നൊരു പ്രവചനമുണ്ട് ഖുർആനിൽ. അതിനെ ഇന്നേ വരെ ചെയ്ത തഫ്സീർ എന്താണ്? ഒട്ടകം ഖിയാമത്ത് നാളിൽ ഒഴിവാക്കുന്നത്. ഒക്കെ ഒഴിവാക്കും. പിന്നെ ഒട്ടകം എന്താ ഒഴിവാക്കണം? എല്ലാം ഒഴിവാക്കണം തന്നെയല്ലേ. പിന്നെ ഒട്ടകത്തിനെ മാത്രം ഒഴിവാക്കാൻ പറഞ്ഞ് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഖിയാമത്തിൻ്റെ അന്ന് ഒട്ടകത്തിനാരോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും തോന്നുന്നു. നഫ്സാൻ തഫ്സീറിന് പാഞ്ഞു കിടക്കണമെന്ന് ഈ ഒട്ടകത്തിനെ മാത്രം തേടി നടക്കുന്ന ആർക്കെങ്കിലും തോന്നുമോ? അങ്ങനെ തഫ്സീർ പറയേണ്ട ആവശ്യം എന്നിട്ട് അള്ളാഹ് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒട്ടകം അന്ന് എന്തിനു ഉപയോഗിക്കുന്നു ആ ഉപയോഗത്തിന് പകരം ആ സ്ഥാനത്ത് വേറെ സാധനങ്ങൾ വരുമെന്നും, അതായത് ഒട്ടകം യാത്രയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്, ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റു വാഹനങ്ങൾ കണ്ടുപിടിക്കുന്ന ഖുർആൻ്റെ മറ്റ് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തിന് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചെന്ന അർത്ഥം ഇതാണെന്ന് പറഞ്ഞിട്ട് ലോകത്തോട് പറഞ്ഞു. അതിന് മുമ്പാരും ഇത് പറഞ്ഞിട്ടുമില്ല. അതേപോലെ തന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പറഞ്ഞു, വൈദൽ ബിഹാർ സുജ്ജിറത്ത്, സമുദ്രം വരണ്ടു പോകും എന്നാണ് ഒരർത്ഥം. ഒന്ന് കീറുന്നൊരർത്ഥമുണ്ട്. അപ്പോൾ സമുദ്രം വരണ്ടു പോകുന്നത് ഖിയാമത്ത് നാളിലായിരിക്കും എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. മുഴുവൻ വരണ്ടു പോയാലും നിന്ന് പോയാലും എന്തായാലും അതൊന്നൊരു അടയാളമായിട്ട് കാണാനും ഇവിടെ കാത്തിരിക്കണില്ല. ഖിയാമത്ത് വന്നു കഴിഞ്ഞാൽ സമുദ്രം വരണ്ടു പോയിട്ട് ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സമുദ്രങ്ങൾ അത് പിൽക്കാലത്ത് അത് വരണ്ടു പോകുന്ന വിധത്തിൽ അതിലുള്ള നദികളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ വിധത്തിലുള്ള അവസ്ഥ. ഇപ്പോൾ സമുദ്രം വരണ്ടു പോയിട്ട് തന്നെയാണല്ലോ എല്ലാ ബിൽഡിങ്ങും ഉണ്ടാക്കുക. നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത് സമുദ്രം അങ്ങനെ ഉണക്കിയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടിട്ട് സമുദ്രത്തിലാണ് ബിൽഡിങ്ങുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ ഒരു കൾച്ചറായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഇതിന് ഏറ്റവും നല്ല സ്ഥലം, ഒഴിഞ്ഞ സ്ഥലം കിട്ടുന്നിപ്പോൾ സമുദ്രമാണ് എടുത്തിട്ട് അവിടെയാണ് നിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അധികം ഒന്നും പോകേണ്ട ആവശ്യമില്ല. കൊച്ചിയിലുള്ള മിക്കവാറും സ്ഥലങ്ങളൊക്കെ വെല്ലിംഗ്ടൺ ഐലൻഡൊക്കെ സമുദ്രം ഉണക്കി ഉണ്ടാക്കി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവചനങ്ങളെ കുറിച്ചാണിത് പറഞ്ഞതെന്നും ഖിയാമത്തിൻ്റെ അടയാളം അതിന് ശേഷം വരുന്ന ഖിയാമത്താണ് എന്നും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. വൈദ നുഫൂസ് സുവ്വിജത്ത്, നഫ്സുകൾ പരസ്പരം യോജിപ്പിക്കപ്പെടുന്നു. എല്ലാവരും ഖിയാമത്തിന് ഓട്ടാണ്. അപ്പോൾ പിന്നെ ഒക്കെ പാടെ തട്ടിക്കൂട്ടിയിട്ട് ഭാര്യയും ഭർത്താവും കുട്ടികളും മക്കളൊക്കെ പാടെ ഒരിടത്ത് ഇരിക്കുന്ന അതിനർത്ഥം കൊടുക്കുന്ന ഒരർത്ഥമില്ലല്ലേ.